എന്നിടയാ ആലംബമേകൂ എന്നിടയാ. ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുസഭ യൗസേപ്പിതാവിനെ പല വിശേഷണങ്ങൾ നൽകുന്നു. യൗസേപ്പിതാവ് എല്ലാറ്റിനുമുപരിയായിട്ട് നീതിമാനായ പിതാവ്, അല്ലെങ്കിൽ നീതിമാനായവൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, നമ്മുടെ കന്യകകളുടെ സംരക്ഷകൻ, തിരുസഭയുടെ തന്നെ മുഴുവൻ മധ്യസ്ഥൻ എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങളാൽ അറിയപ്പെടുന്ന വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ എല്ലാ വിശേഷണങ്ങളും യൗസേപ്പിതാവിന് കൽപ്പിച്ച് നൽകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ത് ചേതോ വികാരമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ യൗസേപ്പിതാവിൽ എന്ത് പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത്? എല്ലാ വിശേഷണങ്ങളും പറയുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു വിശേഷണം മൗനിയായ യൗസേപ്പിതാവ്. സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും മിണ്ടാത്ത ഒരു വ്യക്തിത്വമാണ് യൗസേപ്പിതാവ്. ഒരു വാക്കുപോലും നമ്മൾ സുവിശേഷത്തിൽ യൗസേപ്പിതാവ് പറയുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ കണ്ടില്ല, ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ യൗസേപ്പിതാവിലേക്ക് ആകർഷിക്കുന്നതും ഈ നിശബ്ദതയാണ്. മൗനിയായ ഒരു വ്യക്തിത്വം, ഒന്നും സംസാരിക്കാതെ ഉരിയാടാതെ ജീവിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയം ഗർഭിണിയായി കാണപ്പെട്ടത് യൗസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നീറ്റലായിരുന്നു. പക്ഷെ അവിടെയും നീതിമാനായ യൗസേപ്പിതാവ് എന്ന വിശേഷണം കൽപ്പിക്കുന്നതിന് കാരണം അവളെ യൗസേപ്പിതാവ് അപമാന വിധേയനാക്കാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ മാലാഖ യൗസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇതാണ്: നീ അവളെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് എന്ന് പറയുന്നു. യൗസേപ്പിതാവ് ഒരു അക്ഷരം അവിടെ മിണ്ടുന്നില്ലേ. നമുക്കറിയാം, മാതാവിനോട് മാലാഖ പറഞ്ഞപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ. ഇവിടെ യൗസേപ്പിതാവ് ഒന്നും മിണ്ടുന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നില്ല. ഈ സ്വപ്നത്തിൽ ദൈവം കൽപ്പിച്ചു, അത് കേട്ടു, അനുസരിക്കുന്നു. ഇതാണ് യൗസേപ്പിതാവ് ചെയ്യുന്നത്, ഒന്നും മിണ്ടുന്നില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു രംഗമുണ്ട്. അതായത് മാലാഖ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിതാവിനോട് പറയുന്നു, ഹേറോദേസ് കുഞ്ഞിനെ വധിക്കാൻ ശ്രമിക്കുകയാണ്, നീ ഈ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. യൗസേപ്പിതാവ് ഒന്നും മിണ്ടുന്നില്ല. ദൈവം പറയുന്നത് കേൾക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒന്നും ഒരക്ഷരം ഉരിയാടുന്നതായിട്ട് സുവിശേഷത്തിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ഈ അമ്മയെ സംരക്ഷിച്ച്, ഈ കുഞ്ഞിനെ സംരക്ഷിച്ച് ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ദുർഘടമായ ഒരു നീണ്ട യാത്ര നടത്തുന്ന യൗസേപ്പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. യാത്രയാണെങ്കിൽ വളരെയേറെ ദുസ്സഹമായ യാത്രയാണ്. ഇതെല്ലാം സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് യൗസേപ്പിതാവ് ദൈവം ആജ്ഞാപിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം സഹിക്കാം.
പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷണനാക്കുന്നത് യേശുവിൻ്റെ 12-ാം വയസ്സിൽ ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും 12 വയസ്സായ ബാലനായ യേശുവും കൂടെ അവർ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നു. തീർച്ചയായിട്ടും അവർ മാത്രമല്ല, അവരോടൊപ്പം ബന്ധുമിത്രാദികളും അവരോടൊപ്പമുള്ള സന്നദ്ധ സഹചാരികളും അയൽക്കാരുമൊക്കെ ആയിട്ട് ഒരു കൂട്ടത്തോടെയാണ് അവർ ഈ തീർത്ഥാടനം നടത്തുന്നത്. ജെറുസലേമിലെ തീർത്ഥാടനങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവർ യേശുവിനെ ആ സമയത്തൊന്നും അന്വേഷിച്ചില്ലേ? അന്വേഷിക്കേണ്ടി വന്നില്ല. നമുക്കറിയാം, നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെയാണ് കൂടെയുള്ളത്. ഇവിടെ അല്ലെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും, അപ്പുറത്തുണ്ടാകും, കൂടെ ഉണ്ടാകും എന്ന് കരുതി അവർ യാത്ര തിരിച്ചു വന്നു. ഒരു ദിവസം പിന്നിട്ട ശേഷമാണ് അവരുടെ ബന്ധുമിത്രാദികളോടും സഹോദരരോടുമൊപ്പം ബാലനായ യേശു ഇല്ല എന്നവർ തിരിച്ചറിയുന്നത്. എന്നിട്ടവർ ഈ യേശുവിനെ അന്വേഷിച്ച് തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. 3-ാമത്തെ ദിവസമാണ് പിന്നെ ജെറുസലേം ദേവാലയത്തിൽ ഈ വലിയ പണ്ഡിതന്മാരോട് സംശയങ്ങൾ ചോദിക്കുകയും അവരുമായിട്ട് തർക്കിക്കുകയും ചെയ്യുന്ന ഈ ബാലനായ യേശുവിനെ യൗസേപ്പ് പിതാവും മറിയവും കണ്ടുമുട്ടുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ യൗസേപ്പ് പിതാവ് ഒരു വടിയൊക്കെ ഉള്ളതാണ്. വടി ഉപയോഗിക്കാൻ പറ്റിയ സമയമായിരുന്നത്, ആ വടിയെടുത്ത് പ്രയോഗിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഈ യൗസേപ്പ് പിതാവ് ഒന്നും മിണ്ടുന്നില്ല, ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അവിടെയും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് മാതാവാണ്. അമ്മ ഇത് കണ്ടിട്ട് വളരെ സ്തബ്ധയായി നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവർ സ്തബ്ധരായിട്ട് നിൽക്കുമ്പോൾ മാതാവാണ് ഈ മകനോട് ചോദിക്കുന്നത്, മകനെ, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അവിടെ മാതാവ് വളരെ വളരെ നന്നായിട്ട് അപ്പനെ പേര് പറയാതെ, നിൻ്റെ പിതാവും ഞാനും നിന്നെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു, നീ എന്തിന് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തു? ഇതിന് മറുപടി കൊടുത്തതോ, നിങ്ങൾ എന്തിന് എന്നെ അന്വേഷിച്ചു? യേശു പറയുന്നതാണല്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനല്ലേ? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി ജീവിക്കേണ്ടവനല്ലേ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെയാണ് മറുചോദ്യങ്ങളായി ചോദിക്കുന്നത്. സത്യത്തിൽ ഒരു വളർത്തു പിതാവെന്ന രീതിയിൽ യൗസേപ്പ് പിതാവിന് അവിടെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യവും അവിടെ എന്തെങ്കിലും പറയുന്നതായിട്ടോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ സുവിശേഷം പറയുന്നില്ല. മൗനിയായി നിൽക്കുന്നു, വളരെ നിശബ്ദനായി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്ക് സംസാരിക്കാതെ മൗനമായി നിശബ്ദതയിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് നിറവേറ്റുവാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ് യൗസേപ്പ് പിതാവ് ചെയ്യുന്നത്. സ്നേഹിതരെ, നമ്മൾ എന്തൊക്കെ വിശേഷണങ്ങൾ യൗസേപ്പ് പിതാവിന് ചാർത്തി കൊടുത്താലും അതിൻ്റെയൊക്കെ പിന്നിൽ എനിക്ക് തോന്നുന്നത് ഈ നിശബ്ദമായ ധ്യാനം അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ്. ഈ നിശബ്ദതയിൽ എന്താണ് സംഭവിക്കുന്നത്? നിശബ്ദതയിൽ ദൈവത്തെ കേൾക്കുന്നു, ദൈവവചനം ശ്രവിക്കുന്നു, അതനുസരിച്ച് യൗസേപ്പ് പിതാവ് പ്രവർത്തിക്കുന്നു. വേറെ ഒന്നും മറുത്ത് സംസാരിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്ന് നാം ജീവിക്കുന്ന ലോകം ശബ്ദമുഖരിതമാണ്. വളരെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാനോ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനോ അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനോ സാധിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയി പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ഇന്ന് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ഇന്ന് വളരെയേറെ സൗകര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ശാസ്ത്രം പുരോഗമിച്ചു, ആശയവിനിമയ ലോകം വളരെയേറെ പുരോഗതി പ്രാപിച്ചു. ഇന്ന് TV, സെൽഫോൺ ഒന്നും ഇല്ലാതെ കഴിയാൻ പറ്റാത്ത ഒരു സന്ദർഭമായി. എന്താ പറയുക, ഈ സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നാം വസിക്കുന്ന ഇടം ശബ്ദമുഖരിതമായി മാറി, ശബ്ദ കോലാഹലങ്ങളായി മാറി. അവിടെ നിശബ്ദതയില്ല, മൗനമില്ല. പിന്നെ ഈ മൗനവും നിശബ്ദതയും ഇല്ലാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാതായത് എന്താണ്? ദൈവത്തെ കേൾക്കാനോ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കാനോ പ്രാർത്ഥിക്കുവാനോ
ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വർത്തിക്കുവാനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ സൗകര്യം നൽകിയവനെ സൗകര്യപൂർവ്വം മറന്നുപോയി ഈ ലോകം. ആ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം തിരിച്ചു വരണം. ഈ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവിക കൽപ്പനകളനുസരിച്ച്, ദൈവിക ഹിതം യഥാർത്ഥത്തിൽ ഓരോ ദിവസവും മൗനത്തോടെയുള്ള പ്രാർത്ഥനയിൽ ആരാഞ്ഞുകൊണ്ട് അത് അനുസരിക്കുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം ഒരുമ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും യൗസേപ്പ് പിതാവിന് അനുരൂപമായി തീരുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ തപസ് കാലത്തോടനുബന്ധിച്ച് ഒരു ഡിജിറ്റൽ ഫ്രീ ഫാമിലി അവർ നമ്മൾ ആരംഭിച്ചു അല്ലേ. സത്യത്തിൽ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാം ഓഫ് ചെയ്യുക. ഈ സെൽഫോണൊന്ന് ഓഫ് ചെയ്യുക, ടി വി ഒന്ന് ഓഫ് ചെയ്യുക, കമ്പ്യൂട്ടർ ഒന്ന് ഓഫ് ചെയ്യുക, ഉള്ള ഈ പറയുന്ന എല്ലാ ഡിജിറ്റൽ മാധ്യമങ്ങളെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നിശബ്ദരാകുക. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അവിടെ ദൈവവചനം വായിക്കുക, ശ്രവിക്കുക, അത് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ രൂപപ്പെടുത്തുക. അങ്ങനെ യൗസേപ്പ് പിതാവ് മൗനിയായി ജീവിച്ച് നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത് അതനുസരിച്ച് തന്നെ രൂപപ്പെടുത്തിയതുപോലെ നമ്മെയും ദൈവഹിതത്തിന് മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ഈ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക ഉൾക്കൊണ്ട് നമുക്കും ജീവിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സമാധാനവും സന്തോഷവും തിരിച്ച് പിടിക്കുവാൻ നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസമേകൂ, ദാനമായേകൂ, നിൻ ജനങ്ങൾ കഭയമേകൂ. നീവഴി അറിയാതെ അലയുന്നോരെ നയിച്ചിടണേ നല്ലിടയാ, നയിച്ചിടണേ നല്ലിടയാ. കരുതലിൻ കാവലം അലിവേകിടുന്ന സ്നേഹത്തിൻ നദിവാ നല്ലിടയാ. തിരുസന്നിധി അണയുന്നോർക്കായി ആലംബമേകൂ എന്നിടയാ, ആലംബമേകൂ എന്നിടയാ. കരുതലിൻ കാവലം അലിവേകിടുന്ന സ്നേഹത്തിൻ നദിവാ നല്ലിടയാ. തിരുസന്നിധി അണയുന്നോർക്കായി ആലംബമേകൂ എന്നിടയാ, ആലംബമേകൂ എന്നിടയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജ ദൈവസൂനുവേ കർത്താവം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ സാധനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിരങ്കാവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിരങ്കാവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ ദേവനം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാ
പാവനൻ അങ്ങു തനീകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ ഔസേപ്പിന്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന സമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്നും. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിൻ്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഉടമ്പടിയുണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോടു ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും.
അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണെന്ന് ഞാൻ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർ എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹാത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹാത്തിൻ്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രാഹാത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു.
അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. അങ്ങേക്ക് സ്തുതി. കത്തുന്ന മെഴുതിരി നാളങ്ങൾ പോലെ നിൽക്കുന്നീ അൾത്താരവേദിയിൽ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ, ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ. നിൻ ദിവ്യ കടാക്ഷം അൻപോടേകു വിശ്വാസ ജീവിതം നയിച്ചിടുവാൻ. ധന്യമാകുവാൻ ജീവിതമാകവേ കാഴ്ചയായി നൽകുന്നു, സ്വീകരിക്കൂ. കത്തുന്ന മെഴുതിരി നാളങ്ങൾ പോലെ നിൽക്കുന്നീ അൾത്താരവേദിയിൽ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ, ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ. ഈ മഹാഭാഗ്യവും ജീവിതഭാരവും അർച്ചന ദ്രവ്യമായി നൽകിടുന്നു. പാപമേൽക്കാതെ ഞങ്ങൾ തൻ കൈകളിൽ പാലനം ചെയ്യണേ സ്നേഹതാതാ. കത്തുന്ന മെഴുതിരി നാളങ്ങൾ പോലെ നിൽക്കുന്നീ അൾത്താരവേദിയിൽ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ, ഈ ബലി പൂർണ്ണമായി തീർന്നിടുവാൻ. കത്തുന്ന മെഴുതിരി നാളങ്ങൾ പോലെ നിൽക്കുന്നീ അൾത്താരവേദിയിൽ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഏകജാതനെ ഭക്ത്യാദരപൂർവ്വം വിശുദ്ധ ഔസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരയെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെയും അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകമാതാവിൻ്റെ ഭർത്താവായി അങ്ങു നൽകിയ നീതിമാനായ വിശുദ്ധ ഔസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനുമേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമയെ വാഴ്ത്തുന്നു. അധീശന്മാർ ആരാധിക്കുന്നു. ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. തിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങു സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനാ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങയെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സൂസപാക്യം മെത്രാപൊലിത്തയോടും ക്രിസ്തുദ സഹായ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും
ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ള പാരിയുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വിശ്വസിക്കുന്നോർക്കു ജീവനേകാം ആത്മാവിൻ ഭോജനമായിടുവൻ ജീവനാഥ യേശുവേ വന്നാലും എൻ കൃത്തിൽ വന്നു നിറഞ്ഞാലും നിറഞ്ഞാലും എൻ കൃത്തിൽ വന്നു നിറഞ്ഞാലും ഓ എൻ്റെ ഈശോ വേഗം വരേണേ ഓ എൻ്റെ ഈശോ വേഗം വരേണേ എന്നിലെ മാലിന്യമകറ്റിടുവാൻ നിൻ നെഞ്ചിലെ തിരുദിനം കാരുണ്യവാൻ എന്നിൽ നിറഞ്ഞാലും നാഥാ സ്നേഹരാജനീശോ വന്നാലും വിശ്വസിക്കുന്നോർക്കു ജീവനേകാം. അതിപാപം മാർത്തിയായി എന്നിൽ നിറഞ്ഞു ആയതിൽ ദാഹം ശമിപ്പിക്കുവാൻ സ്നേഹമായി ജീവനായി സ്വാതന്ത്ര്യമായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞാലും സ്നേഹനാഥ വിശ്വസിക്കുന്നോർക്കു ജീവനേകാം ആത്മാവിൻ ഭോജനമായിടുവിൻ ജീവനാഥ യേശുവേ വന്നാലും എൻ കൃത്തിൽ വന്നു നിറഞ്ഞാലും നിറഞ്ഞാലും എൻ കൃത്തിൽ വന്നു നിറഞ്ഞാലും ഓ എൻ്റെ ഈശോ വേഗം വരേണേ ഓ എൻ്റെ ഈശോ വേഗം വരേണേ എന്നിലെ മാലിന്യമകറ്റിടുവാൻ നിൻ നെഞ്ചിലെ തിരുവിടം കാരുണ്യമായി എന്നിൽ നിറഞ്ഞാലും നാഥാ സ്നേഹരാജനീശോ വന്നാലും വിശ്വസിക്കുന്നോർക്കു ജീവനേകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഔസേപ്പിന്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.
തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്കു തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.